പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 12ാം മാസത്തിന്റെ 13ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും കർത്താവിൻ്റെ ദാസിദാസന്മാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. റോമർ 4 ഇപ്രകാരം പറയുന്നു, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. വാക്കുപാലിക്കുന്ന ചുരുക്കം ചില മനുഷ്യരുണ്ട്. അവർക്ക് നിവർത്തിക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ അങ്ങനെയുള്ളവർ പറയുകയുള്ളൂ. ഏറിയ മനുഷ്യരും വാക്ക് പറഞ്ഞിട്ടത് പാലിപ്പാൻ കഴിയാത്തവരാണ്. ഇങ്ങനെയുള്ള പല അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. എന്നാൽ ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അത് നിവർത്തിക്കും. വാക്ക് പറയുക മാത്രമല്ല, അത് പൂർണ്ണമായി പാലിക്കുകയും ചെയ്യും എന്നുള്ളത് ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളിൽ ഒന്നാമത്തെ കാര്യമാണ്. അവൻ വാഗ്ദത്തം നിവർത്തിപ്പാൻ പൂർണ്ണമായി അബ്രഹാം ഉറച്ചു വിശ്വസിച്ചു. ദൈവം തന്നോട് അരുളിയ വാഗ്ദത്തം അത് നിവർത്തിക്കുമെന്ന് പൂർണ്ണമായി നീണ്ട 25 വർഷം അബ്രഹാം വിശ്വസിച്ചു, ദൈവത്തിനായി കാത്തിരുന്നു. മാനുഷികമായുള്ള എല്ലാ സാധ്യതകളും പരാജയപ്പെട്ട വിശ്വാസികളുടെ പിതാവിനോട് ഒരു തലമുറയെക്കുറിച്ചാണ് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെ സാധിക്കുമെന്നും വയസ്സു ചെന്ന് വൃദ്ധനായി തീർന്ന തനിക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ കഴിയുമോ എന്നും സംശയിച്ച് നിന്ന സാറയോട് ദൈവം പറയുന്നത്, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ വരും, സാറയ്ക്കൊരു മകൻ ഉണ്ടാകുമെന്ന് അരുളി ചെയ്തു. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാകയാൽ അവൻ ഇയ്യോബ് പറയുന്നു, അറിവ് ഇയ്യോബിന് ഉണ്ടായിരുന്നു. വാഗ്ദത്തം ചെയ്തവൻ ദൈവം ആമേനാകയാൽ ഇയ്യോബ് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു. അവൻ 42ാം അധ്യായത്തിൽ പറയുന്നു, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഈ അറിവാണ് ഇയ്യോബ് തൻ്റെ ഭാര്യയെയും പ്രബോധിപ്പിക്കുവാനിടയായത്. നന്മയും തിന്മയും നാം അനുഭവിക്കണം. യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തൻ്റെ ഉറപ്പായ പ്രത്യാശയാണ്. നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമെന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നുവെന്ന് ഇയ്യോബ് എന്ന ഭക്തൻ പറയുവാൻ കാരണം താൻ ദൈവത്തിൽ അത്രത്തോളം വിശ്വസിച്ചിരുന്നു. നമ്മോട് വാഗ്ദത്തം ചെയ്ത ദൈവം കഴിവില്ലാത്ത മനുഷ്യനല്ല. സകലതും നിവർത്തിച്ചു തരുവാൻ ശക്തനാണെന്ന് നാം ഈ നാളുകളിൽ തിരിച്ചറിയണം. അവൻ മിണ്ടാതിരുന്നു ദൈവം ആരെന്നറിയണം. എരിയുന്ന തീച്ചൂളയിൽ നിന്ന് 3 യുവാക്കളുടെയും സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് ദാനിയേലിനെയും വിടുവിക്കുവാൻ ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തിയതായി ദാനിയേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നല്ലോ. സിംഹത്തിന്റെ മുമ്പിൽ അകപ്പെടുന്ന മനുഷ്യൻ രക്ഷപ്പെടുന്നത് എത്രയോ അസാധ്യകരമാണ്. അതിനെ എതിർത്ത് തോൽപ്പിക്കുവാനോ അതിൻ്റെ മുമ്പിൽ നിന്നും ഓടി രക്ഷപ്പെടുവാനോ ആർക്കും കഴിയുന്നതല്ല. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ ദൈവത്തിൻ്റെ പ്രിയപുരുഷനായ ദാനിയേലിനെയും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിനെയും പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന ശിംശോനെയും ഹല്ലേലൂയ ദൈവിക ശുശ്രൂഷകൾക്കായി ദൈവം വേർതിരിപ്പാൻ ജീവിതം ഒഴിഞ്ഞു വെച്ച പൗലോസിനെയും വിടുവിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി.
നാം ഓരോ വിശ്വാസിയും സിംഹത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നും നാം അതിനെ ജയിക്കണമെന്നും പത്രോസ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ആകയാൽ പ്രിയ ദൈവവേദനേ, മനുഷ്യ ശക്തി കൊണ്ട് രക്ഷപ്പെടുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ ബലം വ്യാപരിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ആത്മാവ് നശിച്ചു പോകാതെ നമ്മെ വീണ്ടെടുക്കുവാൻ യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായി എങ്കിൽ തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് നമ്മുടെ ആത്മാവിനെ നിത്യതയിൽ എത്തിക്കുന്നത് വരെ അവൻ സൂക്ഷിപ്പാൻ അവിടുന്ന് ശക്തനാണ്. ആകയാൽ വാഗ്ദത്തമുള്ള നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കോ ഒരു ജാതിക്കോ ഒരു സംഘടനയ്ക്കോ ഒരു രാജ്യത്തിനോ കഴിയുകയില്ല. ഒരു രാജാവിനും കഴിയുകയില്ല. ഒരു ഭരണ അധികാരികൾക്കും കഴിയുകയില്ല. അബ്രഹാമിൻ്റെ വാഗ്ദത്തം നിവർത്തിയാക്കിയ ദൈവം, യോസഫിൻ്റെ വാഗ്ദത്തം നിവർത്തിച്ച ദൈവം, ദാവീദിനോട് അരുളി ചെയ്തത് പോലെ പ്രവർത്തിച്ച ദൈവം ഈ പ്രഭാതം കുഞ്ഞെ നിന്നോടും നിന്റെ തലമുറയോടും നിന്റെ കുടുംബത്തോടും വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കും. അത് ഏത് പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിനകത്ത് നിന്നാലും നീ ഏത് സാഹചര്യത്തിൽ കൂടെ നടന്നു പോയാലും അതിൽ നിന്ന് നിന്നെ വിടുവിച്ച് സ്വർഗം പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഭയപ്പെടണ്ട, ഭാരപ്പെടണ്ട. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതം ദൈവസനെ നമുക്ക് അടുത്തു ചെല്ലാം. നമ്മുടെ കണ്ണുകളെ ദൈവസനെ അടയ്ക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, നാഥ, വാഗ്ദത്തം ചെയ്ത ദൈവം പ്രവർത്തിപ്പാൻ ശക്തനെന്ന് ഞങ്ങൾ ഈ പ്രഭാതം പൂർണ്ണമായും വിശ്വസിക്കുന്നു. പിതാവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, ചുമകെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കും സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.